സംഭവം എന്ന് പറയുന്നത് റബ്ബറിൻ്റെ ഷോർട്ടേജ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് 500 രൂപയിൽ കുറച്ച് വിൽക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ 1000 രൂപയിൽ കുറച്ച് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രചരണം നമ്മൾ 2 കൊല്ലമായിട്ട് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഈ വേനൽ വന്ന് പിടിമുറുക്കി എല്ലാവരുടെയും കയ്യിൽ കൈവിട്ടു കളി. ഈ കാലാവസ്ഥയിൽ സാധനമില്ല. ഈ അവസ്ഥയിൽ സാധനമില്ലെങ്കിൽ ഇതിന് എന്ത് വില കിട്ടണം എന്നുള്ളതിനെക്കുറിച്ച് തലയിൽ എന്തെങ്കിലും പോകാനുള്ളവർ ചിന്തിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ 5 മാസമായിട്ട് വിട്ടില്ല, അതിന് മുമ്പ് 1 വർഷമായിട്ട് ഷോർട്ടേജ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അങ്ങനെയാണല്ലോ ഈ വില 120 നിന്ന് 186 വന്നത്. 186 വന്നതിന് ശേഷം 3 മാസമായിട്ട് ഇവിടെ ഒരു തുള്ളി വിട്ട് നടന്നിട്ടില്ല, ഒരു തുള്ളി റബ്ബർ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ നിലയിൽ വന്നാൽ ഇനിയിപ്പം കണക്കുകൂട്ടുള്ള എല്ലാവരുടെയും തെറ്റും. റബ്ബർ 500 പോകും. 500 പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ചവിട്ടാൻ നിൽക്കണം. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ റബ്ബർ ഷോർട്ടേജ് അതിഭീകരമായിക്കൊണ്ടിരിക്കുക. അപ്പം 500 എന്നൊക്കെ ഞാൻ പറഞ്ഞാലും 500 അല്ല, അതിന് മുകളിൽ പോകും, കുഴപ്പമില്ല. പക്ഷേ അതിന് താല്പര്യം കാണിക്കാൻ എല്ലാവരും ഫ്ലെക്സ് ബോർഡുകൾ വെക്കണം. കൈ നനയാതെ മീൻ പിടിക്കാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ നിന്നിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിലൊക്കെ നിന്നിരിക്കും. പണ്ട് 18 രൂപയിൽ 248 വില കീഴിൽ ചരിത്രം ഉള്ളയാളാണ് ഞാൻ. 500 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 600 700 എണ്ണി മേടിക്കേണ്ടി വരും. സവോളയ്ക്കൊക്കെ 150 രൂപ. പിന്നെ ഇതിന് കൊക്കോയ്ക്ക് 1000 രൂപ മേടിക്കുന്നില്ലേ? അത് ഞാനൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അതങ്ങ് വിട്ടാലേ. ഏലത്തിന് കേട്ടോണം ഇപ്പം 5000 8000 10000 കൊണ്ട് കയറാൻ പോകുന്നത്. കഴിഞ്ഞെല്ലാം കയറേണ്ടത് എനിക്കിട്ട് അവിടെ ഇരുന്ന് പണിതു കച്ചവടക്കാരൻ. അതുകൊണ്ട് പണിയായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഇന്നത്തെ മിനിഞ്ഞാത്ത പത്രങ്ങളൊക്കെ ഇത് വാങ്ങിച്ചു നോക്കി ഏലത്തിന് വില വാങ്ങാൻ പോകുന്നത് എങ്ങോട്ടാണ്. കാരണം ഇവന്മാരും കുറേ പിടിച്ചു വെച്ചു കഴിഞ്ഞപ്പോഴത്തേനല്ലേ വീണ്ടും മേലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ പിടിച്ചെത്തിക്കാനായി കംപ്ലീറ്റ് ഏലം എല്ലാം കൂടെ കൂടി കരിഞ്ഞു ഉണങ്ങിയെല്ലാം പോയി. എന്ന് പറഞ്ഞാൽ തന്നെ റബ്ബറിൻ്റെ സെയിം അവസ്ഥ വരികയാണ്. നമ്മളത് മുതലാക്കുന്നത്. ഈ മുതലാക്കാൻ വേണ്ടി പണിയണമെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാരണം. അല്ല ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ചില കാര്യങ്ങൾ ചിലയിടത്ത് പ്രതീക്ഷിക്കാതെ പോലെ ആകുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും ആകുന്നില്ല. കാരണം എല്ലായിടത്തും ജനം ശരിക്കും ചവിട്ടി പിടിച്ച് റോഡിൽ റബ്ബർ ലോഡ് പോകുന്നതിന് തടയുമായിരുന്നെങ്കിൽ ഈ 500 രൂപ വില കിട്ടുകയില്ലായിരുന്നു. ഫ്ലക്സ് എഴുതിയാലും വെക്കുമായിരുന്നെങ്കിൽ വില കിട്ടുകയില്ലായിരുന്നോ? ഇതൊന്നും ആരും ചെയ്തില്ലല്ലോ. അതാരും ചെയ്തില്ലല്ലോ. ചെയ്യണം. ഇപ്പോൾ ഫേസ്ബുക്കാരനെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ വീട്ടിൽ കൂടെ ഞാൻ പൊടി വെച്ച് പറയാൻ പറ്റുമോ ഇന്നൊരു പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന്? അപ്പോൾ ആ പണി പറ്റിയല്ല. ആ പണി പറ്റാത്തവന് കാശ് കിട്ടും, 1000 രൂപ റൗണ്ട് വില കിട്ടും. ആ പണി പറ്റിയില്ലാത്തവന് ചിലപ്പോൾ 120 തിരിച്ചു പോയതിരിക്കും, 80 തിരിച്ചു പോയതിരിക്കും. അതുകൊണ്ട് ഈ അല്ലെങ്കിൽ സർഫാസി ആക്ട് ഉണ്ട് തന്നെ വീട്ടിലോട്ട്. ഇപ്പോൾ സർഫാസി ആക്ട് വീട്ടിൽ കിടപ്പുണ്ടോ എല്ലാവരുടെയും വീട്ടിൽ? ആ സർഫാസി ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ മോശമായ വാർത്തകൾ നാട്ടിൽ എന്നും വീണുകൊണ്ടായിരിക്കുന്നത്. വീഴാൻ നോക്കേണ്ടവർക്ക് നോക്കിയേ കൊള്ളാം. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, നിങ്ങളാരും ആത്മഹത്യ ചെയ്യരുത്, നിങ്ങൾക്ക് ആരും നോട്ടം വരരുതെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം വരുന്നുണ്ടോ? അത് അവരവരോട് ഇന്ന് ആഗ്രഹിക്കണ്ടേ? നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് അവരവരോട് വീട്ടിൽ കയറി അവരവരെ പിടിച്ചുകൊണ്ട് പോയി എന്നെ ഇത് ചെയ്യാനൊക്കെ ഇല്ല. ഞാനിതെല്ലാം പറയാൻ കാര്യം, ഞാൻ 35 കൊല്ലമായിട്ട് ഈ വീട്ടിനകത്ത് നിൽക്കുന്നയാളാണ്. അത് തന്നെ ഇതിലൊരാളാണ് ഞാനും. ഈ സാധനം നിങ്ങളെ കാണിച്ചോണ്ടല്ലേ ഈ സ്വഭാവം എനിക്കറിയാവുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത്. എൻ്റെ അനുഭവത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് പറയാൻ അറിയാം, മറ്റുള്ളവർക്ക് പറയാൻ അറിയത്തില്ല. അവരാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വിശ്വസിക്കുന്നില്ല. അവരുടെ ദൈവം രാഷ്ട്രീയക്കാരാണ്. അവരുടെ ദൈവം രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഈ ദൈവം ഈ രാഷ്ട്രീയക്കാർ ഇവരെ ചതിച്ചുവെന്ന് ഉറപ്പുള്ള 20 ലക്ഷം പേര് കേരളത്തിൽ വോട്ട് ചെയ്തില്ല. 2025 കഴിഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം 50 ലക്ഷം പേര് കേരളത്തിൽ വോട്ട് ചെയ്യാം. ഈ സംവിധാനങ്ങളെ മുഴുവനും എതിർക്കും ജനം. അതിലേക്ക് വരികയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ റബ്ബറിൻ്റെ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഏലത്തിൻ്റെ വിഷയങ്ങളുണ്ട്, കുരുമുളകിൻ്റെ വിഷയങ്ങൾ വേറെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ പറയുന്നില്ല. റബ്ബറിൻ്റെ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. അത് ഇതിന് ഈ സംഭവം നടത്താൻ വേണ്ടി ആർക്കെങ്കിലും ഒരു തലയ്ക്ക് വെളിവുള്ളവർ നമ്മളുമായി ബന്ധപ്പെട്ട് ചലനങ്ങൾ ഉണ്ടാക്കാൻ കൈകോർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ഫേസ്ബുക്കുകാരൻ നമ്മളെ ചവിട്ടിയിട്ടുണ്ടെന്നുള്ളവർ നമുക്ക് പിടിക്കാൻ പറ്റുമോ? എവിടെയാണ് പിടിക്കുന്നുള്ളൂ? പത്രക്കാരൻ നമ്മളെ പ്രൊമോട്ട് ചെയ്യല. അതെല്ലാം നമ്മുടെ ശത്രുക്കൾ. അവരെ അടിച്ചാൽ വീഴിക്കുന്നത്. പിന്നെ നിലവിൽ കേരളത്തിലെ മുഴുവൻ റബ്ബർ കച്ചവടക്കാരും റബ്ബർ ചവിട്ടി താത്തി വെച്ചിരിക്കുകയാണ്. അതിനകത്തുനിന്ന് രക്ഷപിടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്ലെക്സ് ബോർഡ് വെക്കുകയാണെങ്കിൽ
ഭയപ്പെടേണ്ട കാര്യമില്ല. ഫ്ലക്സ് വെച്ച 1 കൊല്ലം നിൽക്കും, 2 കൊല്ലം നിൽക്കും, 3 കൊല്ലം നിൽക്കും. 5000 കാശ ഫ്ലക്സ് പോയി അടുത്ത ഫ്ലക്സ് വെക്കണം. ഇതിനൊക്കെ 100, 100, 200 രൂപയുടെ കേസിലോട്ടൊക്കെ പോകും. എത്ര ഈ ഫോട്ടോസ് എടുത്താൽ 3 രൂപയ്ക്ക് നിൽക്കും. വീടിൻ്റെ ഭിത്തിയിൽ ഒട്ടിക്കാം. താല്പര്യം വേണം, താല്പര്യം. മനസ്സിലായോ? ഇതിനകത്ത് അഹങ്കാരമായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം. അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടന്നാൽ എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് നാണക്കേടാണ്. ഞാനൊരു റബ്ബർ മുതലാളിയാണ്. ആരും കണ്ടാൽ എന്നെ ഓർക്കും. ആരും കണ്ടാന്ന് ഓർക്കിയതിൻ്റെല്ലോ ഞാൻ 35 കൊല്ലം ഞാനിത് പുറകെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി പഴയ സ്റ്റേറ്റ്മെൻറ്റുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാണക്കേടിൻ്റെ കാര്യമോ ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന ടയർ വ്യവസായിക്കുമല്ലോ അഭിമാനം ഉണ്ടോ അവന്? അല്ലെങ്കിൽ അവന് എന്തെങ്കിലും സംഗതിയുണ്ടോ? രാഷ്ട്രീയക്കാർക്ക് ആർക്കെങ്കിലും അഭിമാനം എന്ന് പറയുന്ന സാധനമുണ്ടോ? അവന് ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന കാശല്ല ഇവൻ കൊണ്ട് തിന്നുന്നത്. ഇവന് വലിയ വീട്ടുകാരും ഇത് ഈ 6 കാശായിരുന്നു. അവന് 150 രൂപ റബ്ബറിന് വില തരും. അവൻ അതിന് 5000 രൂപയുടെ 5000 മുടക്കുള്ള സാധനത്തിനാണ് ഈ 150 രൂപ വില തരുന്നത്. 5000 രൂപ മുടക്കുള്ള സാധനത്തിനാണ്. ആ കണക്ക് ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതായത് 1 ഏക്കർ സ്ഥലത്തിന് ഇവൻ വില തരികയായിരുന്നു. റബ്ബറാക്റ്റിൽ എഴുതി വെച്ചിരിക്കുക. ഈ റബ്ബറാക്റ്റിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? 1947 ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു 10 വർഷത്തേക്കാണ് ഈ സാധനം ഉള്ളതെന്ന് പറഞ്ഞു. റബ്ബറാക്ട് അത് കഴിഞ്ഞാൽ ഇത് പിൻവലിക്കുമെന്ന് പറഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 65 കൊല്ലം കൂടെ കഴിഞ്ഞു. ഈ എം പിമാരുടെ വായ്പ കുറവാണ്. അവൻ നോക്കിയാൽ നടക്കില്ലാത്ത അവൻ നോക്കിയാൽ നടക്കുകയില്ല. പക്ഷേ ഞാൻ നോക്കിയാൽ നടക്കും. എന്നോട് ആളുകൾ കൂട്ടത്തിൽ ഇച്ചിരി കൂടണം നടക്കണം എന്നുള്ളൊന്നുമില്ല. കാരണം എനിക്കും പറഞ്ഞ പോലെ തന്നെ താല്പര്യം ഉണ്ടാകണ്ടേ. ചിലപ്പോൾ പല മെക്കാനിസത്തിനും ചിലപ്പോൾ കാശ് വേണ്ടി വരുമെന്ന്. എനിക്ക് ഡൽഹിക്ക് പോകേണ്ടി വരും, IAS കാണേണ്ടി വരും. അവിടെയുള്ള എല്ലാവരും 100% പേരും നമുക്ക് പിന്നെ എതിരൊന്നുമില്ലല്ലോ. ഇപ്പം പാലക്കോളേജിലെ മുൻ ചെയർമാൻ ഒരു പേര് ഞാൻ പറഞ്ഞു, പുള്ളി കടുത്തുരുത്തിക്കാരനാണ്. പുള്ളി ഇവിടെ സെൻട്രലിൽ ഇൻകം ടാക്സിൻ്റെ മേധാവിയായിരുന്നു. പുള്ളിയുടെ അടുത്ത് ആണെന്ന് പറഞ്ഞിങ്ങനെ MRFും അപ്പോളോയും ഇമ്മാരെല്ലാം കൂടി ഇതുപോലെ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞു. പുള്ളിയെ കേസെല്ലാം എടുത്ത് പഠിച്ചിട്ട് പറഞ്ഞു 1788 കോടി രൂപ ഫൈൻ അടിച്ച് കൈ കൊടുത്തു MRFിൻ്റെയും അപ്പോളോയുടെയും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഡൽഹിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചിപ്പം ഇതെല്ലാം കൂടെ കൂടി ഫ്രീ ആയിട്ട് ഞാനങ്ങോട്ട് ചെയ്ത് കൊടുത്ത് നാട്ടുകാരെയും കൂടെ ഉത്തരിച്ച് പണ്ട് 18 കിലോമീറ്ററോട് കയറ്റിയപ്പം ഇവിടെ 14 ലക്ഷം കാറുകൾ കേരളത്തിൽ കൂടുതൽ വിറ്റു. 14 ലക്ഷം വീടുകളുണ്ടായി. ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും 500 കോടി രൂപയുടെ മിനിമം വികസന പ്രവർത്തനങ്ങൾ നടത്തി. 97,000 കോടിയായിരുന്നു പുതുക്കട വന്ന. ആ 93,000 കോടിയോട് മൈനസ് ചെയ്തു 4,000 കോടി ഈ കിട്ടിയ പൈസ കൂടുതൽ വന്നു അതിനകത്ത് എടുത്തിട്ടു. മനസ്സിലായോ? ഈ കണക്കുകളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. തോമസ് ഐസക് ഒന്നുമല്ല കന്യാവിൽ പൈസ നടത്തുന്നത്. അത് അച്യുതാനന്ദൻ ഭരണത്തിലിരിക്കുമ്പോഴാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലുള്ളതിൻ്റെ റിപ്പീറ്റീഷൻ കൊണ്ടുവരാം, നടത്താം. പക്ഷേ ആർക്കും താല്പര്യം കാണിക്കട്ടെ. താല്പര്യം കാണിച്ചില്ലെങ്കിൽ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാം. 2026 വരെ നോക്കിയിരിക്കേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിട്ടു നിൽക്കാൻ. ഈ വിട്ടു നിൽക്കുമ്പോഴാണ് അത്ഭുതം ഉണ്ടാകുന്നത്. അത്ഭുതപ്പെടുന്നു, പിന്നെ സമത തെറ്റുന്നു. ആരുടെ? രാഷ്ട്രീയക്കാരൻ്റെ. അപ്പോൾ ആ സംഭവത്തിലേക്ക് നമ്മൾ തയ്യാറെടുക്കുക. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആളുകൾ മുന്നോട്ട് വരണം.